അനങ്ങനാടി പഞ്ചായത്തിലെ അങ്കണവാടി വർക്കർ ഹെൽപ്പർ നിയമന സെലക്ഷൻ കമ്മിറ്റിയിലെ രാഷ്ട്രീയവൽക്കരണം നിയമ പോരാട്ടത്തിനൊരുങ്ങി UDF. ഒറ്റപ്പാലം ICDS പ്രോജക്റ്റ് പരിധിയിൽ അനങ്ങനാടി പഞ്ചായത്തിലെ അങ്കണവാടി വർക്കർ ഹെൽപ്പർ നിയമനം മുൻ സെലക്ഷൻ കമ്മിറ്റിയെ അട്ടിമറിച്ച് CPMന്റെ വക്താക്കളെ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ഇന്റർവ്യൂവുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനം ശിശുവികസന പദ്ധതി ഓഫീസറും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്ന് UDF നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിലുള്ള സെലക്ഷൻ കമ്മിറ്റിയുടെ അധികാരങ്ങൾ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് UDF ഹൈക്കോടതിയെ സമീപിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. ഒറ്റപ്പാലം ICDSന് കീഴിൽ വരുന്ന അനങ്ങനാടി ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സെലക്ഷൻ ലിസ്റ്റ് രൂപീകരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന അഭിമുഖത്തിൽ ആ അഭിമുഖം നടത്താനുള്ള ഇൻ്റർവ്യൂ ബോർഡിൽ 5 സാമൂഹ്യ പ്രവർത്തകരെ പൊതുപ്രവർത്തകരെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ആ ലിസ്റ്റിൽ സാമൂഹ്യ പ്രവർത്തകരെ നിശ്ചിത ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 1/7/2024 CDPO അതായത് ബ്ലോക്ക് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ ഒരു അറിയിപ്പ് പഞ്ചായത്തിലേക്ക് അയക്കുകയുണ്ടായി. അതേ ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു CDPO പുതുതായി ചാർജ് എടുത്ത CDPO 12/8/2024 മറ്റൊരു ലിസ്റ്റും അയച്ചു. ആദ്യത്തെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ക്രമ നമ്പർ 2, 3 ആളുകളെ നാരായണൻകുട്ടി, ഗിരിജ എന്നീ പറയുന്ന 2 ആളുകളെ മാറ്റി പകരം 2 ആളുകളെ ഉൾപ്പെടുത്തിയ ഒരു ലിസ്റ്റാണ് രണ്ടാമത് അവർ അയച്ചത്. ഈ ഇത്തരത്തിൽ രണ്ടാമതൊരു ലിസ്റ്റ് റിവൈസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ലിസ്റ്റ് റദ്ദ് ചെയ്യുകയോ ഈ നീക്കം ചെയ്ത ആളുകളെ വിവരം അറിയിക്കുകയോ ഉണ്ടായിട്ടില്ല. എന്ത് കാരണം കൊണ്ടാണ് അവരെ മാറ്റി പുതിയ ആളുകളെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എന്ന് അതിൽ സൂചിപ്പിച്ചിട്ടും ഇല്ലായിരുന്നു. ഈ ഒരു അപാകത ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ അനങ്ങനാടി പഞ്ചായത്ത് മെമ്പർ UDFൻ്റെ മെമ്പറായിട്ടുള്ള MA റിയാസ് മാസ്റ്റർ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്കും ജില്ലാ ഓഫീസർക്കും ഒക്കെ ഇത് സംബന്ധിച്ച് പരാതി കഴിഞ്ഞ ആഗസ്റ്റ് മാസം 16-ാം തീയതി അയക്കുകയുണ്ടായി. ഏറെ സമയം കഴിഞ്ഞിട്ടും അതിന്മേലൊരു നടപടിയും കാണാത്ത സാഹചര്യത്തിൽ പഞ്ചായത്ത് UDFൻ്റെ നേതാക്കൾ ഒറ്റപ്പാലം CDPOനെ നേരിൽ കണ്ട് ഈ വിഷയം ചർച്ച ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ലിസ്റ്റിൽ രണ്ടാമത് ആളുകളെ ഉൾക്കൊള്ളിപ്പിക്കാൻ മാറ്റി സ്ഥാപിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ സൂചിപ്പിച്ച ആളുകൾക്ക് തുടർച്ചയായി ഇൻ്റർവ്യൂ ബോർഡിൽ ഇരുന്ന് ഇൻ്റർവ്യൂവിന് ഒരാഴ്ചയോളമൊക്കെ ദിവസം വരും, 5-8 ദിവസം ഇൻ്റർവ്യൂ തുടർച്ചയായി നടക്കേണ്ടതുണ്ട്. ആ ദിവസങ്ങളിൽ അവർക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് അവരറിയിച്ചു എന്നാണ് കാരണം പറഞ്ഞത്. അത് കാരണമാണ് അവരെ മാറ്റിയത് എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ഈ ആളുകളെ വിളിച്ച് ചോദിക്കുകയോ അവരങ്ങനെ ഒരു നിർദ്ദേശം പറയുകയോ ഒരു ഉദ്യോഗസ്ഥലത്തിൽ ഒരു അന്വേഷണം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ 2 ആളുകളെ മാറ്റണം എന്നൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് ബാഹ്യമായ ഒരു ഇടപെടൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് CDPO ആ ലിസ്റ്റിൽ 2 പുതിയ ആളുകളെ ഉൾക്കൊള്ളിച്ചത്. ആ മാറ്റിയ ആളുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരാൾ ശ്രീ നാരായണൻകുട്ടി എന്ന് പറയുന്ന ആൾ ഗവൺമെൻറ് സ്കൂൾ അധ്യാപകനായി പ്രധാനാധ്യാപകനായി വിരമിച്ച് ഇപ്പോൾ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്